നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? ഇപ്പോൾ ആ വീഡിയോയിൽ ഒരു കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് കണ്ടന്റിനെ വിമർശിക്കാം, ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല, ഈ കണ്ടന്റ് തെറ്റാണ്, ഇല്ലെങ്കിൽ കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്ന രീതി ഇതെങ്ങനെയാക്കാമായിരുന്നു എന്ന് പറയാം. അതിന് പകരം ഒരു കാരണവുമില്ലാതെ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഉദ്ദേശം നല്ലതല്ല എന്നാണ്. ഇപ്പം നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ വിമർശിക്കുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റിനെയാണ് വിമർശിക്കുന്നത്, നിങ്ങളെയല്ല ഞാൻ വിമർശിക്കുന്നത്. നിങ്ങളെ വിമർശിക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ തളർത്താനാണ് ഞാൻ. ഒരു വിമർശനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ തളർത്തുക എന്നതല്ല, ഒരാളെ വളർത്തുക എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ഫീഡ്ബാക്കുകൾ പോലെ ആകേണ്ടതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആശയങ്ങളെ വിമർശിക്കാം, പ്രവർത്തികളെ വിമർശിക്കാം, അല്ലാണ്ട് ഒരു